എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്, ആ സ്ത്രീ അങ്ങ് ചത്താൽ മതി. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് ആവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ പാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം തൻവിയെ സപ്പോർട്ട് ചെയ്യാണ്ട് അഹാന കൃഷ്ണയെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നേരെ തിരിച്ചിട്ട് അഹാന കൃഷ്ണ ആ ഒരു അമ്മമ്മയെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഓരോ വാക്കുകളും പറഞ്ഞിരിക്കുന്ന രീതികളും പിന്നെ അവരെ വിളിച്ചേക്കുന്ന ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ വസന്തേ പോടി വസന്തേ ആയിട്ടുള്ള ബന്ധം നിർത്തി, ഇനി നീയായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അഹാന കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. അതായത് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഭയങ്കര സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം, പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതാണ്, അതും സ്വന്തം അമ്മുമ്മയാണ്. ഒന്ന് ആലോചിക്കേ, സ്വന്തം അമ്മയുടെ സ്വന്തം അമ്മയെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി പഠിപ്പിച്ച് വലുതാക്കി എടുത്ത ആ ഒരു അമ്മുമ്മയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഹാന വിളിച്ചിരിക്കുന്നത്. കുറേ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസയും ഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് എന്തായാലും ഈ ഒരു കാര്യത്തിനോട് നമുക്ക് അഹാന കൃഷ്ണയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അഹാന കൃഷ്ണ ഒരു അമ്മുമ്മ എന്നുള്ളൊരു സ്ഥാനം മറന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു അമ്മുമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പോരാത്തിന് നമുക്ക് സമ്മതിക്കാം. ഇനി ഒരു അമ്മുമ്മ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ്, അപ്പോൾ അവരെ കുറിച്ച് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇത്രയും മുതിർന്ന ഒരാൾ, അതും അമ്മയുടെ അമ്മയെ വിളിക്കേണ്ട ഭാഷയാണോ ഈ ഒരു അഹാന വിളിച്ചേക്കുന്നത്? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾ അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ. ഞാൻ അഹാന എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും അല്ല. പുറമെ നല്ല സ്നേഹം കാണിച്ചിട്ട് ഉള്ളിലുള്ള ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതും രക്തബന്ധം, സ്വന്തം അമ്മയുടെ അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളാണ്. അതും പട്ടിച്ചി, ഏടി വസന്തേ പോടി വസന്തേ നീയായിട്ടുള്ളൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞേക്കാണ്. ഇംഗ്ലീഷിലാണെങ്കിലും അത് വിളിച്ചേക്കുന്നുണ്ടല്ലോ. കഷ്ടം തോന്നുന്നുണ്ട്. ഒരു മറ്റേ ഫാമിലി ഗ്രൂപ്പിലേക്ക് പല മെസ്സേജുകൾ അയക്കുക, അതും അവർ കേൾക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജുകൾ അയക്കുക, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ നമുക്ക് ഞെട്ടൽ തോന്നുന്നുണ്ട്. എത്ര മാത്രം അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലാന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്.
കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും പ്രാന്താണ്, അവരൊരു മനോരോഗിയുണ്ട്, അവർ എന്ത് പറഞ്ഞാലും കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാനെ വിളിച്ച് പറയുമായിരുന്നു. അതും സ്വന്തം അമ്മയും കൂട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ ഒരു അമ്മമ്മയുടെ സ്വന്തം മകളായ സിന്ധുകൃഷ്ണയും ഉണ്ട്, ഈ ഒരു ആഹാനയുണ്ട്. ഒന്ന് ആലോചിക്കുക, മൊത്തത്തിൽ ആ ഒരു ഫാമിലി ഈ ഒരു അമ്മയെ ഒരു മനോരോഗിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം ചെയ്താലും അവർക്ക് ഭ്രാന്താണ്. അവർ പറഞ്ഞാലൊന്നും കേൾക്കരുത്, അവർ പറഞ്ഞാൽ മൈൻഡ് വെക്കരുത്, അവർ പറയുന്ന കാര്യമേ കേൾക്കരുത്, നമ്മളാണ് പൈസ തരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക, എവിടുത്തെ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ, ഈ അമ്മ ചോദിച്ചല്ലോ. അതായത് സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ളത് അച്ഛന് മാത്രം, അച്ഛനുള്ള കാര്യങ്ങളൊക്കെ അത്രയും ചെയ്തു കൊടുക്കണ്ട്, പകരം അമ്മയ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല എന്തെങ്കിലും. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അഹാനയും ഇതുപോലെ ആ ഒരു അമ്മമ്മയോട് പെരുമാറാൻ കാര്യമുള്ളത്. കാരണം ആ അമ്മ പറയുന്നുണ്ട് വേറെ ആൾക്കാരും, അതായത് ദിയ കൃഷ്ണ ആണെങ്കിലും അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ ഹൻസിക ആണെങ്കിലും ഒന്നും അവരാരും ഇതുവരെയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല, അവരെയും ഇതുവരെയും ആ ഒരു അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോയി ചുമ്മാ ചൊറിഞ്ഞ് മേടിക്കുകയാണ്. അതായത് ഒരു ദിവസം പോലും അഹാനയ്ക്ക് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് 10 കിട്ടാണ്ടിരുന്നാൽ ഉറക്കം വരത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ ആണെങ്കിലും ഇത്രയും മുതിർന്ന ഒരാളെ ഇങ്ങനെയുള്ളൊരു മോശം വർത്തമാനങ്ങൾ പറയാമോ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ബന്ധം അവിടെ വെച്ച് നിർത്തുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് ഇത്രയും തൻ്റെ അമ്മയുടെ അമ്മയാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് ആ ഒരു ബന്ധം അവിടെ നിർത്തിയിട്ട് നീ പോടി വാടി, നീ പോടി വസന്ത എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതാണോ വീട്ടിനുള്ളിൽ? അപ്പോൾ പുറത്തിറങ്ങി നല്ല മാന്യതയോടെ ഒരു തെറ്റും ചെയ്യാത്ത കുറേ ആൾക്കാർ, പക്ഷേ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇതാണ് സംഭവങ്ങൾ. ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. അതായത് സ്വന്തം അപ്പൂപ്പന് മേടിച്ചുകൊണ്ടാണ് ഫ്രൂട്ട്സ്, അതിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് സ്വന്തം അമ്മൂമ്മ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടാണ് മേടിച്ച് കൊടുത്തു വിടുന്നത്. എന്നിട്ട് അവിടെ വന്ന് ഹോം നേഴ്സിന്റെ കയ്യിൽ പറഞ്ഞു വിടും, ഇന്നതുപോലെ അമ്മൂമ്മയ്ക്ക് കൊടുക്കരുത്, അത് അപ്പൂപ്പന് മാത്രമുള്ളതാണ്, അമ്മൂമ്മ എടുക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു വിടുന്ന. കഷ്ടം തോണ്ട് കേവലം ഒരു പഴം പോലും എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇങ്ങനെ മനുഷ്യർ ലോകത്തുണ്ടോ? കഷ്ടം തോന്നുന്നുണ്ട്, കഷ്ടം. അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു.
എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി, എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടി. അമ്മമ്മയോട് പോയി മാപ്പ് പറയുക. ആ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയും സ്വന്തം അമ്മയോട് കാണിച്ച ക്രൂരതകളും വേർതിരിവുകളും മൊത്തത്തിൽ ആ മാപ്പ് പറയുക എന്നാൽ മാത്രം. കാരണം ഇത് ഒരവസരമാണ്. ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാ മക്കളും പോയി കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലെ അവസ്ഥ വരും. അത് ആദ്യം മനസ്സിലാക്കുക. സ്വന്തം അമ്മയോട് എങ്ങനെയാണോ, അതും അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി അവരൊരു രീതിയിലാക്കി ഇത്രയും പഠിക്കാനുള്ള ഒരു ഇതുവരെ അവർ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ കാരണമാണല്ലോ അവർ പഠിച്ച് ഇത്രയും നിലയിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ആലോചിക്കുക. ആ ഒരു വഴി മറന്ന് ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാൻ പാടില്ല. സ്വന്തം മകൾ ഇത്രയും പറഞ്ഞിട്ട് പോലും പറഞ്ഞു വിലക്കാത്തൊരു അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ സ്വന്തം അമ്മയെ സ്വന്തം മകൾ ഇത്രയും പറഞ്ഞിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാർ കാണോ? ഇല്ലെങ്കിൽ പറഞ്ഞു വിലക്കുന്ന എൻ്റെ അമ്മ ഇങ്ങനെ പറയരുത്, അത് നിർത്തിക്കുന്നത് നിൻ്റെ അമ്മമ്മയാണ് എന്നോ സാമാന്യ മര്യാദയോടെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഇത് അവിടെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇതൊന്ന് അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് ഈ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോട്ട് പോയി അവളിടണം. എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ അങ്ങോട്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് കോൺഫിഡൻസ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ കോൺഫിഡൻസ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്ത് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് കൊടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തക്കി ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു, അവർ പറയും അവരെയാണെന്ന്. അമ്മക്കറിയാതെ പല കാര്യങ്ങളും പല രീതികളിലും നടക്കുന്നുണ്ട്. സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു എന്താ പറയുക, ഒരു ബഹുമാനം കൊടുക്കാത്ത കുറേ ആൾക്കാർ. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വയ്ക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തേമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ്. അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുക്കും. ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരൊന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടവർ. എന്തായാലും കൃഷ്ണകുമാർ ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറയും, എല്ലാവരും അമ്മമാരുണ്ടെങ്കിലും പ്രായം നോക്കാണ്ട് കെട്ടിപ്പിടിക്കുക, ഉമ്മ എടുക്കുക. പക്ഷേ സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ ചെയ്യാനുള്ളത്
സ്വന്തം വീടിനുള്ളിലാണ് ഈ ഒരു കാര്യം ചെയ്യാനുള്ളത്. സ്വന്തം ഭാര്യയുടെ അമ്മയെ സ്വന്തം മകള് പരിഗണിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഷ്ടം തോന്നുന്നുണ്ട്. ഒട്ടും പുറത്തുവിട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തൻവി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സിന്ധു കൃഷ്ണ ഈ ഒരു സ്വന്തം അമ്മയോട് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം പിന്നീട് ഒരു സമയത്ത് നമുക്ക് എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും നാൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ക്ഷമിച്ച് ആ ഒരു അമ്മമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും. ഒരവസ്ഥയുണ്ട്. ഒന്ന് ആലോചിക്കുക, ആ ഒരു അമ്മ തന്നെ പറയുന്നുണ്ട്, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരിപ്പം പറയുന്ന ഇംഗ്ലീഷ് പോലും പറയുന്നെന്ന്. ശരിയായിരിക്കാം, ആ ഒരു അമ്മ അത്രയും നാൾ അമ്മയുടെ ചെറുപ്പകാലത്ത് കഷ്ടപ്പെട്ട് ഇവരെ വളർത്തി എടുത്തിട്ട് ശേഷമാണല്ലോ ഇവർക്ക് 3-4 മക്കളുണ്ടായത്. ആ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ ഒരു പാരമ്പര്യമാണല്ലോ ഇവരും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലാണ്ട് സ്വയമേ കിട്ടിയതൊന്നും അല്ലല്ലോ. അപ്പോൾ അത്രയും കെയറിങ്ങോട് ഇവർ വളർത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും സ്വന്തം അമ്മയെ നോക്കാൻ ഇവർക്ക് വയ്യ. എന്തായാലും അത്രയും വൃത്തികെട്ട രീതിയിൽ പടു ഡാഷ് എന്ന് പറയുന്ന രീതിയിൽ പോലും അഹാന കൃഷ്ണ വിളിച്ചിട്ടുണ്ട് ആ ഒരു അമ്മയെ. സ്വന്തം അമ്മമ്മയാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് ആ ഒരു വ്യക്തി അത്രമാത്രം ക്രൂരമായിട്ട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പറയും അവിടെയാണെന്ന് അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു, പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുക, മരുന്ന് മേടിക്കുക ചെയ്യാൻ മോന്. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് വാങ്ങിക്കും. അമ്മമ്മക്ക് അറിയല്ലേ, അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവിടെയാണെന്ന്. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പം ഞാൻ ആയുർവേദ എത്രയും പെട്ടെന്ന് മാപ്പ് പറയുന്നതായിരിക്കും നല്ലൊരു സമയത്ത് ദുഃഖിക്കേണ്ടില്ല, അത് ഉറപ്പാണ്. ക്രമേ നല്ല റീൽസിൽ നല്ല ഭയങ്കരമായിട്ടുള്ളൊരു ഫാമിലി, സ്നേഹ സമ്പന്നമായിട്ടുള്ളൊരു ഫാമിലി. പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് മഹാ ഫ്രോഡത്തരം പിടിച്ച ആൾക്കാർ.